സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ? മുണ്ടുമുറുക്കി ഉടുക്കേണ്ടതുണ്ടോ? ഇല്ലെന്ന് പറയുന്നു കൃത്യമായി മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കേരളത്തിന്റെ ഖജനാവ് മുടിഞ്ഞു കിടക്കുകയല്ലെന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് മുഖ്യമന്ത്രിക്കാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നു. ഖജനാവിൽ ലിക്വിഡ് മണിയായി 6300 കോടി രൂപയുണ്ട്. ആദ്യ ക്യാബിനറ്റിൽ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചത് അതുകൊണ്ടുകൂടിയാണ്. കേരളം സാമ്പത്തികമായി തകർന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും കെ എൻ ബാലഗോപാൽ പറയുകയാണ്. കേരളമാകെ സാമ്പത്തികമായി തകർന്നു എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമം കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഖജനാവ് മുടിഞ്ഞു കിടക്കുകയല്ല എന്നുള്ളത് ഏറ്റവും നന്നായി അറിയാവുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തന്നെയാണ്, ശ്രീ വി ഡി സതീശൻ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, ഇതെല്ലാം കൊടുത്താൽ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് കോടി രൂപയുടെ ഉത്തരവാദിത്വം ബാധ്യത ഏറ്റെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഖജനാവ് ശക്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഇത്തരൊരു കാര്യം പറയാൻ പോകുന്നത്. പൈസ ഉണ്ടെങ്കിലേ പറ്റുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ധനകാര്യ കാര്യങ്ങൾ നന്നായി നോക്കുന്ന ഒരാളാണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ മാർച്ച് 31 കണക്ക് ക്ലോസ് ചെയ്യുമ്പോൾ 6300 കോടി രൂപ ലിക്വിഡ് ക്യാഷ് ബാലൻസ് ഉണ്ടാകും. അത്രയും ക്യാഷ് ബാലൻസ് ഉണ്ടാവണമെങ്കിൽ കുത്തുവാളയെടുത്ത് കടമാണെങ്കിൽ ആ ക്യാഷ് ബാലൻസ് ഉണ്ടാവില്ല. അതാണ് റഹീസ് റഷീദ് ചേരുന്ന വിശദാംശങ്ങൾ. റഹീസായി ജനപ്രിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത് ആ പിൻബലത്തിലാണ്, ഖജനാവിൽ പൈസയുണ്ടെന്ന ധൈര്യത്തിലാണ് എന്നാണ് മുൻ ധനമന്ത്രി പറയുന്നത്. ഉറച്ചുള്ള പ്രചാരണങ്ങളൊക്കെ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്യുന്നു. വിനിത, ഈ ഖജനാവിൽ പൈസ ഉണ്ടോ, കേരളം കടക്കണിയിലാണോ എന്ന സംശയങ്ങൾ ഉയരുമ്പോൾ സാധാരണ ജനത്തിന് തോന്നുന്നത് LDF സർക്കാർ ഇറങ്ങുന്ന സമയത്ത് എത്ര കോടി രൂപ ഉണ്ടായിരുന്നു എന്നതായിരുന്നു മനുഷ്യർക്ക് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതിൽ കെ എൻ ബാലഗോപാൽ പറയുന്നു 6300 കോടി രൂപ മാർച്ച് 31 അക്കൗണ്ടിൽ ലിക്വിഡ് മണിയായിട്ടുണ്ട്. സാധാരണഗതിയിൽ രണ്ട് തരത്തിലാണ് ഖജനാവിലെ പണം. ഒന്ന് ലിക്വിഡ് മണിയാണ്, മറ്റൊന്ന് ഈ സാമ്പത്തിക വർഷം വിവിധ രീതിയിൽ വരുന്ന പണമാണ്. അത് വെച്ച് കൂട്ടുമ്പോൾ 30,000 കോടി രൂപ അങ്ങനെ വരാനുണ്ട്. അങ്ങനെ 36,000 കോടി രൂപ ബാക്കി വെച്ചിട്ടാണ് സർക്കാർ ഇറങ്ങിയത് എന്നാണ് കെ എൻ ബാലഗോപാൽ പറയുന്നത്. പക്ഷേ എന്തോ വലിയ പ്രശ്നമാണ്, ഖജനാവ് കാലിയാണ് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. പണമുണ്ട് എന്നതിന് തെളിവായാണ് അദ്ദേഹം പറയുന്നത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ജനങ്ങൾക്ക് ഗുണമാകുന്ന പലതരത്തിലുള്ള പദ്ധതികൾക്ക് പണം ചെലവഴിച്ചു. അത് പണമുള്ളത് കൊണ്ടാണ് പ്രഖ്യാപനം നടത്തിയതെന്നാണ് കെ എൻ ബാലഗോപാൽ പറയുന്നത്. ശരി, റഹീസ് റഷീദാണ് ചേർന്നത് വിശദാംശങ്ങളുമായി.